210 ദിവസം ഇൻ്റഗ്രൽ ഓഫ് e റേസ് ടു എക്സ് സൈൻ എക്സ്. ഇവിടെ ഫസ്റ്റ് ഇവിടെ നമ്മളെ വിഷയം എന്താ വെച്ചാൽ e റേസ് ടു സൈൻ എക്സ് ഇങ്ങനെ അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ബേസ് ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ e റേസ് ടു എക്സ് കോസിലേക്കാണ് വരിക. പിന്നെ e റേസ് ടു എക്സ് കോസ് എക്സ് പിന്നെ ഇങ്ങനെ പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുമ്പോൾ e റേസ് ടു സൈൻ എക്സിലേക്കാണ് വരിക. ഒരിക്കലും അവസാനിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണത്. e റേസ് ടു എക്സും സൈനും e റേസ് ടു എക്സും കോസും ഒക്കെ വരുന്ന സമയത്തും ശ്രദ്ധിക്കുക. നമ്മൾ ഐ വെച്ച് തുടങ്ങാം. പിന്നെ ഐ എന്ന് എടുക്കുക. ഐ ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നാമത്തെ e റേസ് ടു എക്സിൻ്റെ രണ്ടാമത്തേൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റേസ് ടു എക്സ്. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഡി എക്സ്. അങ്ങനെ മൈനസ് e റേസ് ടു എക്സ് കോസ് എക്സ് മൈനസും മൈനസും പ്ലസ് ആയി e റേസ് ടു എക്സ് കോസിലേക്കാണ് വരിക. e റേസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ I1 എന്ന് കൊടുത്തിട്ട് ഈ I1ൻ്റെ വില വേറെ കാണാൻ പോവുക. സാധാരണ നമ്മളിങ്ങനെ ചെയ്യുക ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ പിന്നെ ഒരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുമ്പോൾ അത് ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ വേറെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ബേസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് തരുന്നത്. പക്ഷേ e റേസ് ടു എക്സ് കോസ് എക്സ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിൻ്റെ സൈന് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് e റേസ് ടു എക്സ് പിന്നെ ഇൻ്റഗ്രൽ ഓഫ് കോസ് സൈൻ എക്സ് e റേസ് ടു എക്സ് സൈനിലേക്കാണ് വരിക. അപ്പോൾ e റേസ് ടു എക്സ് സൈൻ എക്സ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ e റേസ് ടു എക്സ് കോസ് എക്സ് ഇവിടെ കിട്ടി. പിന്നെ e റേസ് ടു എക്സ് കോസ് എക്സ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ പിന്നെ e റേസ് ടു എക്സ് സൈൻ എക്സിലാണ് വരിക. അത് അവസാനിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഐ എന്ന് എടുത്ത് e റേസ് ടു എക്സ് സൈൻ എക്സിന് ഐ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഐ ആയി മൈനസ് ഐ. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു e റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഐ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്നിട്ട് ഇനി ഇക്വേഷൻ നമ്പർ 1ലേക്ക് വരിക. ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I ഈസ് ഈക്വൽ ടു മൈനസ് e റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് I1 ഐനും I1ൻ്റെ വിലയാണ് ഇവിടെ കിട്ടിയത് e റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഐ. ആ മൈനസ് ഐന് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഐ ആവും. അപ്പോൾ I പ്ലസ് ഐ ഈസ് ഈക്വൽ ടു ഇത് മൊത്തം e റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് e റേസ് ടു എക്സ് സൈൻ എക്സ്. അതായത് 2i ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞത് വരിക. 2i ഈസ് ഈക്വൽ ടു അപ്പോൾ i ഈസ് ഈക്വൽ ടു ഇത് ബൈ 2 എന്നുണ്ടാവും. അപ്പോൾ അതാണ് ആൻസർ. ഇപ്പോൾ i എന്ന് പറഞ്ഞാൽ 1/2 അല്ലെങ്കിൽ മൈനസ് e റേസ് ടു എക്സ് കോസ് എക്സ് e റേസ് ടു എക്സ് സൈൻ എക്സ് ഡിവൈഡ് ബൈ 2. ഒന്നുകൂടി e റേസ് ടു എക്സ് സൈൻ എക്സ് e റേസ് ടു എക്സ് കോസ് എക്സ് ഈ രീതിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഐ വെച്ച് ചെയ്യുക. ഐ എന്ന് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇൻ്റഗ്രേഷൻ പാർട്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വരിക. അപ്പോൾ അവിടെ e റേസ് ടു എക്സ് കോസ് എക്സ് ഉണ്ടാവും. അതിന് I1 അങ്ങനെ വേണം പേര് കൊടുക്കുക. എന്നിട്ട് ഈ e റേസ് ടു എക്സ് കോസ് എക്സ് I1 വേറെ ചെയ്യുക. അതിങ്ങനെ ചെയ്ത് തരുമ്പോൾ e റേസ് ടു എക്സ് ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ അത് e റേസ് ടു എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് സൈൻ എക്സ് ഐ ആണ്. അപ്പോൾ മൈനസ് ഐ എന്ന് കൊടുക്കുക. e റേസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സ് ഇതിന് ഐ എന്ന് എടുക്കാം. e റേസ് ടു എക്സ് കോസ് എക്സ് ഡി എക്സിന് ഐ എന്ന് എടുക്കാം. ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫസ്റ്റ് ഫംഗ്ഷനുണ്ട് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈന് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ e റേസ് ടു എക്സിന് പിന്നെ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു e റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇത് ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് സൈൻ എക്സ് ആണ്. അതിന് വേണമെങ്കിൽ I1 ഒക്കെ കൊടുക്കാം. ഇത് നമ്മൾ e റേസ് ടു എക്സ് സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ e റേസ് ടു എക്സ് കോസ് എക്സ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അവിടെ e റേസ് ടു സൈൻ എക്സ് വരിക. ഇനി നമ്മൾ e റേസ് ടു എക്സ് സൈൻ എക്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ e റേസ് ടു കോസ് എക്സിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ e റേസ് ടു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ e റേസ് ടു എക്സ് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഡി എക്സ്. അന്നേരം നമുക്ക് ഇങ്ങനെ കിട്ടും മൈനസ് e റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് കോസ് എക്സ്. ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. e റേസ് ടു എക്സ് കോസ് എക്സിന് ഐ ആണ്. അപ്പോൾ അത് ഐയിലേക്കാണ് വരിക. ക്വസ്റ്റ്യനിലേക്കാണ് അത് പോവുക. പ്ലസ് ഐ.
അപ്പോൾ ഇനി I1 വില അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് ആൻസർ പൂർത്തിയായി. അപ്പോൾ എന്താ വരിക എന്നറിയാം, I is equal to e raised to x sin x മൈനസ് ഈ I1 എന്ന് പറഞ്ഞാൽ അതാണ്, മൈനസ് e raised to x cos x പ്ലസ് I. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം e raised to x cos x ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഡിയിലെ രണ്ടാമത്തെ e raised to x sin x വേറെ ചെയ്യുക, അങ്ങനെ നമ്മൾ ചെയ്യൽ. അങ്ങനെ ചെയ്ത് തരുമ്പോൾ ക്വസ്റ്റ്യൻ്റെക്കാണ് പോവുക, e raised to x കോസിലേക്കാണ്. അപ്പോൾ e raised to x cos എന്നതിൽ I ആണ്. അങ്ങനെ അത് കൊടുത്ത് അവിടെ I എന്ന് കൊടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ബ്രാക്കറ്റ് മാറ്റുക. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ I is equal to e raised to x sin x പ്ലസ് e raised to x cos x മൈനസ് I ഉണ്ടാവും. ഈ മൈനസ് I അപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് I ഉണ്ടാവും. e raised to x sin x പ്ലസ് e raised to x cos x 2i is equal to വരിക. അപ്പോൾ I is equal to ഇത് ബൈ 2 ഉണ്ടാവും. e raised to x sin x e raised to x cos x ബൈ 2 അങ്ങനെ I കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ഈ ടൈപ്പിൻ്റെ പ്രത്യേകത. ക്വസ്റ്റ്യൻ നമ്മൾ I എന്ന് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി 212ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ e raised to x sin 3x. ഇത് നമ്മൾ ആദ്യം I എന്ന് എടുക്കും. അപ്പോൾ ഈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to x ഇൻറ്റു sin 3xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos 3x ബൈ 3 മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 e raised to x, പിന്നെ ഇൻ്റഗ്രൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് cos 3x ബൈ 3. അപ്പോൾ മൈനസ് e raised to x cos 3x ബൈ 3, ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും. 2 ബൈ 3 ഇൻറ്റു ഇൻ്റഗ്രൽ e raised to x cos 3x dx. ഇത് വേണമെങ്കിൽ നമുക്ക് 2 ബൈ 3 I1 എഴുതാം, പ്ലസ് 2 ബൈ 3 I1. ഇനി I1ൻ്റെ വില വേറെ കാണാൻ പോവാം, മൈനസ് e raised to x cos 3x ബൈ 3 പ്ലസ് 2 ബൈ 3 I1. ഇനി I1ൻ്റെ വില കാണാൻ പോവാം. I1 എന്ന് പറഞ്ഞാൽ ഇത് e raised to x cos 3x dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ sin 3x ബൈ 3 മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 e raised to x, പിന്നെ ഇൻ്റഗ്രൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ cos 3xൻ്റെ ഇൻ്റഗ്രൽ sin 3x ബൈ 3 dx. അപ്പോൾ e raised to x sin 3x ബൈ 3 മൈനസ് 2 ബൈ 3 ഇൻ്റത് I ആയി വരും. e raised to xന് sin 3x I-ലേക്കാണ് പോവാം, മൈനസ് 2 ബൈ 3 I. ഇനി ആ I1ൻ്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഈ മെത്തേഡ്. I1ൻ്റെ സ്ഥാനത്ത് I1ൻ്റെ വില കൊടുത്താൽ I1ൻ്റെ വില അപ്പോൾ അതാണ് കിട്ടിയത്. ഇതാണ് I1ൻ്റെ വില. അപ്പോൾ ഇത് I ആണ്. I നമ്മളിങ്ങനെ ചെയ്ത് വരുന്നത്. അപ്പോൾ I is equal to മൈനസ് e raised to x cos 3x ബൈ 3 പ്ലസ് 2 ബൈ 3 ഇൻറ്റു I1. I1 എന്ന് പറഞ്ഞാൽ e raised to x sin 3x ബൈ 3 മൈനസ് 2 ബൈ 3 I എന്നുണ്ടാവും. നമ്മളതൊന്ന് ബ്രാക്കറ്റ് മാറ്റും. ആ ബ്രാക്കറ്റ് മാറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ I is equal to മൈനസ് e raised to x cos 3x ബൈ 3 2 ബൈ 9 e raised to x sin 3x മൈനസ് 4 ബൈ 9 I. ബ്രാക്കറ്റ് മാറ്റും, മൈനസ് ഉണ്ടാവും, 4 ബൈ 9 I ഉണ്ടാവും. മൈനസ് 4 ബൈ 9 I നമ്മളിത് ഇങ്ങോട്ട് കൊണ്ടുവരും. e raised to x sin 3x by 3 minus 2 by 3 I minus 4 by 9 I ഉണ്ട്. ആ മൈനസ് 4 by 9 I ഇപ്പുറം കൊണ്ടുവരുമ്പോൾ I പ്ലസ് 4 by 9 I is equal to ഇത് ഫുള്ളുണ്ടാവും. I പ്ലസ് 4 by 9 I എന്ന് പറഞ്ഞാൽ 13 ഇത് എൽസി എടുക്കുക. I പ്ലസ്
4/9 വെച്ചാൽ 1 4/9 ഒന്നുകൂടി കൂട്ടുക, 1 4/9 കൂടി കൂട്ടുക, 1 4/9 കൂടി കൂട്ടുക 13/9 ഉണ്ടാവും. അപ്പോൾ അത് 13/9 i എന്നാവും. അപ്പോൾ -4/9 ഇപ്പുറം കൊണ്ടുവരിക. ഇവിടെ ഒരു ഐ ഉണ്ട്. ഈ ഐയും 4/9 ഐയും കൂടി കൂട്ടുമ്പോൾ 13/9 is equal to -e⁻²x cos 3x/3 plus 2/9 e⁻² sin 3x. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഈ 13/9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് ഐ കിട്ടുക. ഐ is equal to ഇത് ഫുള്ള് എഴുതിയിട്ട് ഡിവൈഡ് ബൈ 13/9 13/9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ കിട്ടും. സിംപ്ലിഫിക്കേഷൻ ഒന്നും പ്രശ്നമില്ല. -e⁻² cos 3x plus 2/9 e⁻² sin 3x. അതിനെ 13/9 കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ 9/13 കൊണ്ട് ഗുണിക്കുക. ഈ ടൈപ്പിലൊരു ക്വസ്റ്റ്യനോട് നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് e⁻² sin x. ഇതിന് ഐ എടുക്കുക. 5 പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2e⁻²x പിന്നെ ഒരു മൈനസ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ -e⁻² കോസ് എക്സ് പ്ലസ് 2 ഇൻ്റഗ്രൽ e⁻² കോസ് എക്സ് ഡി എക്സ്. e⁻² കോസ് എക്സിനെ വേറെ ചെയ്യണം. -e⁻² cos x പ്ലസ് 2i1. ഈ i1ൻ്റെ വില വേറെ കാണും. i1 എന്ന് പറഞ്ഞാൽ e⁻²x cos x എന്നാണ്. അതിൻ്റെ ഇൻ്റഗ്രൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ sin x മനസ്സിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റിന് 2e⁻²x പിന്നെ സെക്കൻഡ് കോസിൻ്റെ ഇൻ്റഗ്രൽ sin x dx. അപ്പോൾ e⁻²x sin x മൈനസ് 2i എന്നുണ്ടാവും. 2 പറഞ്ഞത് പിന്നെ e⁻²x sin x എന്ന് പറഞ്ഞാൽ i ഉണ്ടാവും. ഈ വാല്യൂ ഇവിടെ കൊടുക്കാം. ഈ ഇക്വേഷനിൽ അത് i1ൻ്റെ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് i1ൻ്റെ വരെ. ഇതിൽ ഈ ഇക്വേഷൻ്റെ അത് i is equal to -e⁻² cos x പ്ലസ് 2 ഇൻറ്റു i1ൻ്റെ സ്ഥാനത്ത് e⁻² sin x മൈനസ് 2i. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ i is equal to -e⁻² cos x പ്ലസ് 2e⁻² sin x മൈനസ് 4i ഉണ്ടാവും. -4i എന്നുണ്ടാകുക. ആ -4i കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +4i i പ്ലസ് 4i അല്ലെങ്കിൽ 5i is equal to ഇത് ഫുള്ളുണ്ടാവും -e⁻² cos x 2e⁻² sin x ഉണ്ടാവും. ഇനി i എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പ് i is equal to -e⁻² cos x പ്ലസ് 2e⁻²x sin x ഡിവൈഡ് ബൈ 5 ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഈ മെത്തേഡ്. കണ്ടാൽ തന്നെ നമുക്ക് e⁻x sin e⁻x cos അല്ലെങ്കിൽ e⁻x sin 2x ആ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ഇങ്ങനെ വരിക. അപ്പോൾ അത് i വെച്ച് ചെയ്ത് ഇൻ്റഗ്രേഷൻ പാർട്സിനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഐൻ്റെ വില അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു ടൈപ്പാണ് ഇൻ്റഗ്രൽ ഓഫ് ദി ടൈപ്പ് ഇൻ്റഗ്രൽ ഓഫ് e⁻x. അതിൻ്റെ ഉള്ളിൽ ഒരു f(x) പിന്നെ ഒരു f'(x) സിമ്പിളാണ് dx. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ആൻസർ ഇൻ്റഗ്രേഷന് കിട്ടുന്ന ആൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടുന്ന ആൻസർ e⁻xൻ്റെ f(x) എന്നായിരിക്കും. ഒരു സി ഉണ്ടാവും. ഇൻ്റഗ്രൽ വേണം. ഇൻ്റഗ്രൽ ഒരു e⁻x വേണം. e⁻x കഴിഞ്ഞൊരു ബ്രാക്കറ്റ് വേണം. e⁻xൻ്റെ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനും വേണം, അതിൻ്റെ ഡെറിവേറ്റീവ് വേണം. ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ്
അങ്ങനെ വന്നാൽ ഇതിൻ്റെ വാല്യൂ, ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പ്രൂഫ് ഒന്നും ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇതാണ് ഇറേഷ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ്. ഈ ഇറേഷ് എക്സ് ഉണ്ടല്ലോ, ഇറേഷ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇറേഷ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറേഷ് എക്സ് ക്വസ്റ്റ്യൻ എന്നാണ്. ഇറേഷ് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് ഇറേഷ് എക്സ് എന്തായാലും വേണം. അതിന് പിന്നെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും. ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 പ്ലസ് എക്സ്. അങ്ങനെ വരണം. സൈൻ എക്സ് ആണ് അവിടെ കോസ് എക്സ് വരണം. ആദ്യത്തതിൻ്റെ ഡെറിവേറ്റീവ് രണ്ടാമത്തായിട്ട് വരണം. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ആൻസർ ഇറേഷ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ്. അതായത് ഇറേഷ് എക്സ് എന്തായാലും വേണം. പിന്നെ ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇറേഷ് എക്സിൻ്റെ ടാൻ ഇൻവേഴ്സ് എക്സ് ഇതാണ് ആൻസർ. അപ്പോൾ ഇറേഷ് എക്സിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ഒരു ഫംഗ്ഷനും പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ വന്നാൽ ആൻസർ ഇറേഷ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നായിരിക്കും. അല്ലെങ്കിൽ ഇറേഷ് എക്സിൻ്റെ ഈ ആദ്യത്തെ ഫംഗ്ഷൻ ഇറേഷ് എക്സിൻ്റെ ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇതാണ് ഇറേഷ് എക്സ് ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. ഈ ടൈപ്പാണ് അടുത്ത ടൈപ്പ്. ഈ ടൈപ്പ് കിട്ടുന്നതാണ് ഇറേഷ് എക്സ് വേണം. അതിന് ഒരു ഫംഗ്ഷനും അതിന് ഡെറിവേറ്റീവായി കിട്ടണം. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് ആൻസറിലേക്ക് എഴുതാം. അപ്പോൾ ഇതാണ് 214ാമത്തെ ക്വസ്റ്റ്യൻ. 215ാമത്തെ ടെസ്റ്റിൽ വർക്കൗട്ടായ ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ പരീക്ഷ വരലുണ്ടാവും. ശ്രദ്ധിക്കണത് ഈ ഫോമിലല്ല, ഈ ഫോമിലേക്ക് ആക്കണം. അതാണ് അതിൻ്റെ വിഷയം. 215ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ ഓഫ് ക്വസ്റ്റ്യൻ കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ തോന്നൂല. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇറേഷ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇത് കണ്ടാൽ നമുക്കറിയാം ഇറേഷ് എക്സ് ഉണ്ട്, ബ്രേക്കർ ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാവില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രേഷൻ ചെറിയ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ടാവും. ഞാൻ ചെയ്യാൻ പോകുന്ന ഇറേഷ് എക്സ് നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ട് ഇറേഷ് എക്സിനെ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റും. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് അവിടെ ഉള്ളത്. പിന്നെ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാണ് ഉള്ളത് ഡി എക്സ്. ഇത് നമ്മളെന്താ ചെയ്യാമെന്നറിയോ? ഇറേഷ് എക്സിനെ അങ്ങോട്ട് സൈഡിൽ തന്നെ വെച്ചിട്ട് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 അവിടെ ഉള്ളു. പക്ഷേ നമ്മളവിടെ ഒരു -1 വെറുതെ കൊടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1 ഉള്ള വെറുതെ ഒരു -1 ഒരു +1 കൊടുക്കുക. ഡിയിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എക്സ് വെറുതെ കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ എക്സ് സ്ക്വയർ -1 പ്ലസ് 2 നേരും. ഇറേഷ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ -1 പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ബൈ എക്സ് സ്ക്വയർ -1 വേറാക്കി 1 കൂട്ടി 2 നേരി. എന്നിട്ട് എക്സ് സ്ക്വയർ -1 വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പോകാം. എക്സ് സ്ക്വയർ -1 പ്ലസ് ഈ പ്ലസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരുമെന്നറിയാം? എക്സ് സ്ക്വയർ -1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എക്സ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് എക്സ് സ്ക്വയർ -1 എക്സ് പ്ലസ് 1 എക്സ് -1 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ -1 എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് -1 എഴുതിയ ഒരു എക്സ് പ്ലസ് 1 ഒക്കെ ഒട്ടി പോയതിന് വേണ്ടിയാണ്. -2 ബൈ പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ ചെയ്ത് ഇറേഷ് എക്സിനെ സൈഡിലാക്കി ഇത് രണ്ടും മാത്രം അങ്ങോട്ട് എഴുതിയിട്ട് പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു -1 +1 കയറ്റി ഒരു -1 +1 ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് പിന്നെ +1 ആളുള്ളതാണ്. എന്നിട്ട് ഇതിനെ 1 + 1 2 എഴുതി 2 എഴുതിയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഇത് ബൈ ഇത് പ്ലസ് ഇത് ബൈ ഇത്. പിന്നെ എക്സ് സ്ക്വയർ -1 എക്സ് പ്ലസ് 1 എക്സ് -1 എഴുതിയിട്ട് ഒരു എക്സ് പ്ലസ് 1 വിട്ടു. ഇൻ്റഗ്രൽ ഓഫ് ഇറേഷ് എക്സ് ഇൻറ്റു വേറെന്താ ബാക്കിയുണ്ട് എക്സ് -1 ബൈ എക്സ് പ്ലസ് 1 ആയിക്കോട്ടെ പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവാണത്. എക്സ് -1 ബൈ എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് കോഷ്യൻ്റോട് എടുത്താൽ ഇപ്പുറത്ത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇറേഷ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഫോം ആവും. ഈ ഒരു മാറ്റമാണ്
ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഈ ടൈപ്പിലേക്ക് നമ്മൾ ഇറേസ് എക്സ് ഒരു ബ്രാക്കറ്റ് അതിനകത്തൊരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു മാറ്റം ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് 1 ഇൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 അതിൻ്റെ ഡെറിവേറ്റീവ് അതായത് കോഷ്യൻ്റോട് എടുക്കുമ്പോൾ വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് അല്ലേ 1 മൈനസ് പിന്നെ മുകളിലത്തെ ഇൻറ്റു അടിയിലത്തെ ഡെറിവേറ്റീവ് ബൈ അടിയിലത്തെ സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ടാവും. കോഷ്യൻ്റ് റൂളാണ്. എക്സ് പ്ലസ് 1 ബ്രാക്കറ്റ് മാറ്റും മൈനസ് എക്സ് പ്ലസ് 1 പിന്നെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അത് പ്ലസ് മൈനസ് വെട്ടിയാൽ പിന്നെ 2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ അതിനാണ് വരുന്നത്. 2 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇതിൻ്റെ ഡെറിവേറ്റീവാണിത്. അപ്പോൾ അത് ഇറേസ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. നേരത്തെ പറഞ്ഞല്ലോ ഇറേസ് എക്സിന് ഇത് ഫസ്റ്റ്. അപ്പോൾ ഇറേസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1 ഒരു സി ഉണ്ടാകും. ഈ ടൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇറേസ് എക്സ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു എഫ് ഓഫ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവും കിട്ടണം. ഈ ക്വസ്റ്റ്യനിൽ ആ ഫോമിലല്ല, പക്ഷേ നമ്മൾ ആ ഫോമിലേക്ക് മാറ്റിക്കൊണ്ടുവന്നാണ്. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോഷ്യൻ്റോട് എടുത്ത് ഡെറിവേറ്റീവ് എടുത്ത് നോക്കി. അപ്പോൾ കറക്റ്റാണ്. ഇതിങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യനാണ്, ടെസ്റ്റിൽ വർക്കൗട്ടാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് 16ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓഫ് ഇറേസ് എക്സ് ഇൻറ്റു ഇറേസ് എക്സ് സീക്ക് എക്സ് ഇൻറ്റു ചെറിയൊരു മാറ്റമുള്ളൂ. ഇറേസ് എക്സ് സീക്ക് എക്സ് കഴിഞ്ഞിട്ട് 1 പ്ലസ് ടാൻ എക്സ്. നമുക്ക് ഇറേസ് എക്സ് മാത്രമേ വരെ പറ്റുള്ളൂ. നമ്മൾ ഇറേസ് എക്സ് ആണ് നിർത്തിയിട്ട് പിന്നെ സീക്ക് എക്സിനെ ഒന്ന് ബ്രാക്കറ്റും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സീക്ക് എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് എന്നായി. അല്ല ഇറേസ് എക്സ് മാത്രമേ അവിടെ പറ്റുള്ളൂ ഈ ഫോം ഉപയോഗിക്കണം. അപ്പോൾ ഈ സീക്ക് എക്സിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സീക്ക് എക്സിൻ്റെ വേണം സീക്ക് എക്സിന് ടാൻ എക്സ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇവിടെ ഇറേസ് എക്സ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഈ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ഈ ഫോമായി. അപ്പോൾ ആൻസർ ഇറേസ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഇറേസ് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഒരു സിയും കൊടുക്കാം. എന്നിട്ട് 15ാമത്തെ ഇൻ്റഗ്രൽ ഇറേസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ കഴിഞ്ഞ് ഇറേസ് എക്സ് കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് ഇറേസ് ഒറ്റയ്ക്ക് അവിടെ വരാവും. ബ്രാക്കറ്റിനകത്ത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടണോ? അങ്ങനെ വന്നാൽ ആൻസർ ഇറേസ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്നാണ്. വേറൊന്നും എഴുതാനില്ല. അപ്പോൾ ഇറേസ് എക്സിൻ്റെ എഫ് ഓഫ് എക്സിന് സൈൻ എക്സ്. അപ്പോൾ ഇറേസ് എക്സിൻ്റെ സൈൻ എക്സ് പ്ലസ് സി. ഈ ഫോമിൽ തന്നെയാണ് പെട്ടെന്ന് ചെയ്യുക. ഈ ഫോമിനല്ലെങ്കിൽ ഈ ഫോമിലേക്ക് ആക്കാനുള്ള ക്വസ്റ്റ്യനാണ് നേരത്തെ നമ്മൾ ചെയ്തത്. ഇതിന് 18ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓഫ് ഇറേസ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇറേസ് എക്സിൻ്റെ ഇതാണ്. ഇതിൻ്റെ 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് 1 ബൈ എക്സ്. അങ്ങനെ ഡെറിവേറ്റീവ് അവിടെ കറക്റ്റ് വന്നാൽ പിന്നെ ഒന്ന് നോക്കാനുള്ള ഇറേസ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മളെ ഫോമുല. അപ്പോൾ ഇറേസ് എക്സിൻ്റെ 1 ബൈ എക്സ് ഉണ്ടാവും പ്ലസ് സി. ഇറേസ് എക്സിൻ്റെ 1 ബൈ എക്സ് പ്ലസ് സി. അപ്പോൾ പാർഷ്യപ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏറ്റവും വലിയ സെക്ഷനാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ തന്നെ കുറേ ടൈപ്പിൽ പ്രോബ്ലം ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന ടൈപ്പാണ് ഇൻ്റഗ്രൽ ഇറേസ് എക്സിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സും ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും വന്നാൽ എങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണേ. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് തുടക്കത്തിൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എടുക്കുന്ന സമയത്ത് ഒരു 6 ഫോമുല പഠിച്ചിരുന്നു. ഡിനോമിനേറ്ററിൽ റൂട്ടില്ലാത്ത 3 ഫോമുല, ഡിനോമിനേറ്ററിൽ റൂട്ടുള്ള 3 ഫോമുല. ആ 6 ഫോമുല എന്നാണ് പിന്നെ അങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ അത് വരുന്നൊരു ബേസിക്കായ ഫോമുല നമുക്കറിയാം. പല സ്ഥലത്തും ആ ഫോമുല വെച്ചിട്ടാണ് കാര്യങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയതും. ഡിനോമിനേറ്ററിൽ റൂട്ടുള്ള 3 ഫോമുല, ഡിനോമിനേറ്റർ റൂട്ടില്ലാത്ത 3 ഫോമുല ആദ്യം, പിന്നെ റൂട്ടുള്ള 3 ഫോമുലയും. നമ്മൾ അടുത്ത സ്റ്റേജിലേക്കാണ് പോണത്. integral of some more types. Integral of some more types. ഇവിടെ നമ്മളൊരു 3 ഫോമുല പഠിക്കുന്നുണ്ട്. 3 ഫോമുല വലിയ ഫോമുലാണ്.
മുകളിൽ റൂട്ടുള്ള ഫോമിലാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതേ സംഗതി ഡിനോമിനേറ്ററിൽ റൂട്ടെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിനോമിനേറ്റർ റൂട്ടില്ലാതെ പഠിച്ചിട്ടുണ്ട്, റൂട്ടെല്ലാം പഠിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ റൂട്ടെല്ലാം കൂടി പഠിക്കേണ്ടതുണ്ട്. ന്യൂമറേറ്റർ റൂട്ടില്ലാത്തതിൻ്റെ ആവശ്യമില്ല, റൂട്ട് ഇല്ലേ പിന്നെ നമ്മൾ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഫോർമുലേൻ്റെ ആവശ്യമൊന്നുമില്ല. എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഇതാണ്. അപ്പം ന്യൂമറേറ്റർ റൂട്ടില്ല പിന്നെ നമുക്കൊരു ഫോർമുലേൻ്റെ ആവശ്യമില്ല. അപ്പം ന്യൂമറേറ്ററിലെ റൂട്ട് വന്നാൽ ഈ 3 ഫോർമുല. ഇത് ഡിനോമിനേറ്ററിൽ വന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡിനോമിനേറ്റർ റൂട്ടില്ലാതെ ഫോർമുല, അതാണ് നമ്മൾ എസിക്കാരും പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഫോർമുല. ഇത് ന്യൂമറേറ്റർ റൂട്ട് ഈ 3 ഫോം വന്നാൽ വലിയ ഫോർമുലയാണ്. ഈ ഫോർമുല പഠിച്ചു കാണും. കാരണം ഈ ഫോർമുല ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിലെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ 3 ഫോർമുല നമുക്ക് ആവശ്യമാണ്. അപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഏരിയ എന്നുള്ള ചാപ്റ്ററിൽ വലിയ ക്വസ്റ്റ്യനാണ് അതിൽ വരുന്നത്. ലെങ്തിയ പ്രോബ്ലമാണ്, വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കിട്ടണമെങ്കിൽ ഈ ഫോർമുല നമുക്ക് അറിഞ്ഞേ പറ്റും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചൊക്കെ ഇഷ്ടമല്ല. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പിന്നെ ഒരു മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് അത് തന്നെ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ഇത് തന്നെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയാണ്. എക്സ് ബൈ 2 റൂട്ട് ഓഫ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ തന്നെ വരും. മൈനസ് വരെ പ്ലസ് ആണ് മാത്രം. പ്ലസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഐയിൽ വരിക. ഇതിനാണല്ലോ അവിടെ വരിക. ഇനി റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഈ 3 ഫോർമുല അത് എഴുതി പഠിച്ച് പ്രോബ്ലം ചെയ്ത് ബൈഹാർട്ടാക്കി അവിടെ വെക്കണം. ഇതിനുണ്ട് ഏകദേശം സാമ്യമാണ്. എക്സ് ബൈ 2 ഒക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇത് തന്നെ ഇവിടെ വരും, ഇത് തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് മൈനസാണ് വരിക. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് പ്ലസ് ആണ് ഇവിടെ വരുന്ന അടുക്ക്. പിന്നെ എ സ്ക്വയർ ബൈ 2 ഒക്കെ റെഡിയാണ്. രണ്ടിലുണ്ട് ലോഗ് ഉണ്ട്, ലോഗ് മോഡ് എക്സ് പ്ലസ് ഇത് തന്നെ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതിലാണ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് ഇത് തന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ്. അതേസമയം റൂട്ടിനുള്ളിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സിലേക്കാണ് പോകുന്നത്. എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്, പ്ലസ് ഉണ്ട്, എ സ്ക്വയർ ബൈ 2 ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ലോഗ് മോഡില്ല, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി എന്നാണുള്ളത്. ഇതാണ് ഇൻ്റഗ്രൽ ഓഫ് സം മോർ ടൈപ്സ്. അപ്പം ഇൻ്റഗ്രേഷൻ പുതിയ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള പുതിയ ഫോർമുലകളും പുതിയ മെത്തേഡുകളും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രദ്ധിക്കുക എന്താണ് ഇൻ്റഗ്രേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 3 ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു 19ാമത്തെ ക്വസ്റ്റ്യൻ. റൂട്ടിനുള്ളിൽ 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ 4നെ ഞാൻ 2 സ്ക്വയർ ചെയ്തു. 4ന് 2 സ്ക്വയർ ചെയ്തപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഫോമായി. അപ്പോൾ ഈ ഫോർമുല എഴുതിയിട്ട് ഫോർമുല അവിടെ എഴുതിയേക്കാം. അപ്പോൾ എക്സ് ബൈ 2 ഫോർമുലൻ്റെ അകത്തുള്ളതാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അങ്ങനെ ഇവിടെ 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ എത്തിയേ പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ എ ഇവിടെ 2 അല്ലേ. അപ്പോൾ 2 സ്ക്വയർ ബൈ 2 എന്ന് അതിനെ എഴുതില്ല. എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ എ 2 അവിടെ എ 2 ആണ് അവിടെ. അപ്പോൾ 2 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2 പ്ലസ് സി. ഇവിടെ 2 സ്ക്വയർ 4 ബൈ 2 എന്നൊക്കെ എഴുതട്ടോ, ഞാൻ പിന്നെ എഴുതുന്നില്ല. അപ്പോൾ ഇത് 4നെ 2 സ്ക്വയർ ചെയ്തപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോമായി. ഈ റിസൾട്ട് അറിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല.
അതങ്ങ് അപ്ലൈ ചെയ്താൽ മതി. x/2 റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a എന്ന് പറഞ്ഞാൽ x/2 പ്ലസ് c. ഇവിടെ x/2 റൂട്ടിനുള്ളിൽ 4 മൈനസ് എക്സ് സ്ക്വയറിനൊക്കെ എഴുതാം പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് x/2 പ്ലസ് c എന്നൊക്കെ എഴുതാം. ആ സ്റ്റെപ്പ് എഴുതിയില്ല മാത്രമേ ഉള്ളൂ, സിംപ്ലിഫിക്കേഷൻ അല്ലേ. 220 ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ള റിസൾട്ട് അറിയണം. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ രണ്ടാമത്തെ റിസൾട്ട് അത് അവിടെ എഴുതിയിട്ടുണ്ട്. x/2 ഇൻറ്റു രണ്ടാമത്തെ റിസൾട്ട് ഇതാണ് x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താണ് പ്രശ്നമല്ല. പിന്നെ പ്ലസ് ഇട്ടിട്ട് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് പ്ലസ് അത് തന്നെ അങ്ങനെയാണ് ഫോമിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് 1 നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം, 1 1 സ്ക്വയറിന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോമായി x/2 എന്ന് പറഞ്ഞാൽ x/2 തന്നെ അത് ഫോമിൻ്റെ അകത്തുള്ളതാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 സ്ക്വയർ ബൈ 2 a 1 ആണ്. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് അത് തന്നെ 1 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇത്ര എഴുതിയാലും മതി. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, x/2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ്. അപ്പോൾ ഈ ഫോമിൽ അറിയണം, പിന്നെ ഫോമിൽ ഉപയോഗിക്കാൻ അറിയണം. വലിയ 3 ഫോം, ഏറ്റവും വലിയൊരു 3 ഫോമിലാണിത്. ഇതിലുള്ള ഇൻ്റഗ്രേഷനിൽ പറ്റിയ ഏറ്റവും വലിയ മറ്റ് കുറച്ചുകൂടെ ഇത്ര ലെങ്തിയ ഫോമുല ഇതിപ്പോൾ വന്നിട്ടുണ്ടാവില്ല. ഈ 3 ഫോമിലാണ് ഇൻ്റഗ്രേഷനിൽ ഏറ്റവും ലെങ്തിയായ ഫോമുല. ഈ ഫോമുല അറിഞ്ഞെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഫോമുല ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് മാത്രമല്ല, ഇൻ്റഗ്രേഷൻ ഞാൻ പറഞ്ഞു ഏരിയയിൽ ആപ്ലിക്കേഷനോട് ഒരു ഇൻ്റഗ്രേഷനിൽ ഏരിയയിൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ചെറിയ പാടാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഏരിയ എന്നുള്ള സെക്ഷനിൽ ചെറിയ പാടാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ലെങ്തിയായ കൂടുതൽ മാർക്ക് കിട്ടുന്ന പ്രോബ്ലമാണ് അതിൽ വരിക. അതിൽ ഈ 3 റിസൾട്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 ഇവിടെ ഇതിൽ പ്രോബ്ലം കിട്ടാൻ മാത്രമല്ല അവിടെ പ്രോബ്ലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പോകുന്ന 221 ക്വസ്റ്റ്യൻ ഇതാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5dx. നമ്മൾ പണ്ട് നേരത്തെ ചെയ്തുകൊണ്ട് എക്സിന് കോയിഫിഷ്യൻ 2 ആണ്. പണ്ട് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ. ആ 2ൻ്റെ പകുതി എടുക്കുക 1, എന്നിട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നാണ് ഇതിനുള്ളിൽ വരേണ്ടത്. സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. റൂട്ടിനുള്ളിൽ സ്ക്വയർ ആക്കണമെങ്കിൽ അത് കിട്ടണം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്തായാലും കിട്ടണം. കഴിഞ്ഞ സ്റ്റെപ്പിൽ 5 ആണ്. പിന്നെ ഈ പ്ലസ് 1 ആണ് കൊടുത്ത് മൈനസ് 1 ക്യാൻസൽ ചെയ്യാം. നമ്മളൊന്ന് ചെയ്ത് തന്നെ. അപ്പോൾ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പ്ലസ് 5 കറക്റ്റാവുകയും ചെയ്ത്. അങ്ങനെയാണ് റൂട്ടിനുള്ളിൽ എന്ത് വരുമെന്നറിയോ, ഒരു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ കിട്ടും. പിന്നെ ഒരു പ്ലസ് 5 1/4 എന്നുണ്ടാവും. 4 2 സ്ക്വയറിന് ചെയ്താൽ അപ്പോൾ എന്താണെന്ന് അറിയാം, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിനായി. അപ്പോൾ അത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമായി, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലായി. പിന്നെ ആ ഫോമിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ റൂട്ടുകൾ ഇങ്ങനെ പോളിനോമിയൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് സ്ക്വയർ ആക്കുന്നത് നമുക്കറിയാം. അതൊന്നും ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം പഠിച്ച ഈ ഫോമിലേക്ക് വരും. പിന്നെ ആ ഫോമിൽ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 3 ഫോമിൽ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് വെക്കണം. എന്നെങ്കിൽ ഈ പ്രോബ്ലം ഈ രീതി ഒന്നാം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അങ്ങനെ x/2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1/2. പിന്നെ അവിടെ റൂട്ട് ഓഫ് ഇത് തന്നെയല്ലേ വരിക, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അത് കഴിഞ്ഞാൽ പിന്നെ a²/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2²
ലോഗ് മോഡ് എക്സിന് പകരം എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് അത് തന്നെ എന്താണ് അവിടെ വരുന്നത് തന്നെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് പിന്നെ ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ ഈ 2 സ്ക്വയർ ബൈ 2 4 ബൈ 2 എന്നൊക്കെ എഴുതാം സിംപ്ലിഫിക്കേഷൻ പ്രശ്നമല്ല. അതാണ് ഈ ടൈപ്പിൻ്റെ പ്രത്യേകത. ഇൻ്റഗ്രൽ ഓഫ് സം മോർ ടൈപ്സ് എന്ന് പറഞ്ഞാൽ റൂട്ടിനുള്ളിൽ വരുന്ന ഫോർമുലകൾ മുകളിൽ റൂട്ടിനുള്ളിൽ ഈ 3 ടൈപ്പ് വരികയാണ്. ന്യൂമറേറ്ററിലാണ് റൂട്ടിനുള്ളിൽ വരുന്നത്. ഇപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 3 ഏതെങ്കിലും ടൈപ്പിൽ കൈ വരികയാണ്. 222 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 25. ഇവിടെ റൂട്ടിനുള്ളിൽ ഒരു പോളിനോമിയൽ വന്നാണ്. അപ്പോൾ 8 എക്സിന് കോയിഫിഷ്യൻ്റ് 8 പകുതി 4 നമ്മൾ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതൊക്കെ നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഇതൊക്കെ നേരത്തെ മുമ്പ് ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചാണ്. അങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ഇവിടെ വേണം. സ്ക്വയർ ആക്കാൻ വേണ്ടി നോക്കുന്നത് 25 ഇവിടെ എഴുതി. ഈ 16 മൈനസ് 16 ക്യാൻസൽ ചെയ്ത് അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എന്തായി ഇവിടുന്ന് ഇവിടം വരെ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 25 16 9 എന്ന് എഴുതി. 9 3 സ്ക്വയർ എഴുതി. ഇപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമായി. റൂട്ടിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2 എക്സ് പ്ലസ് 4 ബൈ 2 റൂട്ടിനുള്ളിൽ പിന്നെ റൂട്ട് ഇത് തന്നെ പിന്നെ എ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ബൈ 2 ലോഗ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4 എക്സ് പ്ലസ് റൂട്ട് ഓഫ് ഇത് തന്നെ ഇത് ഫുള്ള് ഇങ്ങനെ ആഡ് ചെയ്തു. അത്ര എഴുതിയാൽ സിംപ്ലിഫിക്കേഷൻ അറ്റെങ്കിൽ ഇവിടെ 9/2 എന്നൊക്കെ എഴുതാം വിഷയമല്ല. ഇതാണ് റൂട്ടിൻ്റെ ഉള്ളിൽ മുകളിലെ റൂട്ടിനുള്ളിൽ 3 ഫോർമുല 3 റൂട്ടിനുള്ളിൽ 3 കേസ് വരുന്ന ടൈപ്പാണത്. 223ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 3 മൈനസ് 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അങ്ങനെ ക്വസ്റ്റ്യൻ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ ക്വസ്റ്റ്യൻ ഇടയാണ്. ഡിനോമിനേറ്ററിൽ റൂട്ട് വരുന്ന കേസിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്തൊരു എങ്ങനെ ചെയ്യാൻ വെച്ചാൽ ഈ തൽക്കാലം റൂട്ട് അടക്കട്ടെ ഇതെടുത്തിട്ട് ഒന്ന് ഓർഡർ ആക്കുക. മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി മൈനസ് 2x പിന്നെ എഴുതി 3 പിന്നെ എഴുതി എന്നിട്ട് മൈനസ് പുറത്തെടുക്കുക. അപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇനി എക്സിന് കോയിഫിഷ്യൻ്റ് 2 അല്ലേ 2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര 1 അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 അല്ലേ ഇത് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 വേണം. -3 എന്ന് അവിടെ ഉള്ളത് അതവിടെ എഴുതി പ്ലസ് 1ന് -1 ക്യാൻസൽ ചെയ്ത് ഇതെന്താ അത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ -4 ഉണ്ടാവും. അങ്ങനെ കിട്ടിയതിന് ശേഷം ഈ മൈനസ് ഒന്നുകൂടെ അങ്ങോട്ട് എടുക്കണം. അത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ പറ്റില്ല. മൈനസ് ഒന്നുകൂടെ അങ്ങോട്ട് എടുത്തിട്ട് 4 മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ നടക്കും. മൈനസ് അങ്ങോട്ട് പ്ലസ് ആവുന്നത് മൈനസ് ആവുമല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ റൂട്ടിനുള്ളിൽ ഇങ്ങനെ വരുന്ന കേസ് നമ്മൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മറിച്ച് വയ്യെ കാണാം നേരത്തെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം അതവിടെ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ 4 അങ്ങനെ 2 സ്ക്വയർ മതി. 4 സ്ക്വയർ അല്ലെ 4 അല്ലേ 4 മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡി എക്സ് അല്ലെങ്കിൽ റൂട്ടിനുള്ളിൽ 2 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നായി. അത് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമായി. റൂട്ടിനുള്ളിൽ മുകളിൽ റൂട്ടിനുള്ളിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഫോം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം x/2 ഇൻറ്റു x/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് 1/2 പിന്നെ റൂട്ടിനോട് തന്നെ റൂട്ട് ഓഫ് എ തന്നെ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ തന്നെ എഴുതുക. പിന്നെ വരുന്നത് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1/2. ഇപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ് പ്ലസ് 1/2 ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് 4 മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർന്നോ ഇതിന് വേണമെങ്കിൽ 4/2 2 സൈൻ ഇൻവേഴ്സ് അങ്ങനെയൊക്കെ എഴുതാം വേണമെങ്കിൽ എഴുതാം.
പ്ലസ് സി എന്താണ് ഈ ഒരു ഫോമിൽ കാണുന്നത് വരിക. റൂട്ടിനുള്ളിൽ ഈ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വരും, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. ഈ 3 ഫോമുലയിൽ കാണുന്നത് വരിക. ഈ 3 ഫോമുല പഠിച്ചിരിക്കണം, പിന്നെ ഉപയോഗിക്കാനും അറിയണം, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഫോമുല പഠിക്കുന്ന ഇവിടുത്തെ ഈ പ്രോബ്ലത്തിന് വേണ്ടി മാത്രമല്ല, നേരത്തെ പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനിൽ ഏരിയ എന്നുള്ള ആ സെക്ഷനിൽ വലിയ ഫോമുല, വലിയ പ്രോബ്ലം, നല്ല മാർക്ക് കിട്ടുന്ന പ്രോബ്ലം വരുന്നത് അവിടെയൊക്കെ ഈ 3 ഫോമുല ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്. ഇതിൽ കിട്ടിയാണ് 2-3 മാർക്കാണ് വരിക, അവിടെ വലിയ മാർക്കായി വരും. ഇതൊരു ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് ഇവിടെ പ്രശ്നം വെച്ചാൽ എക്സ് സ്ക്വയർ കോഎഫിഷ്യൻ്റ് 4 ആണ്, അത് പറ്റൂല. എക്സ് സ്ക്വയർ ഒറ്റയ്ക്ക് തന്നെ വരണം, അത് നേരത്തെ പഠിച്ച പണ്ട്. ഇപ്പോൾ നമ്മൾ 4 പുറത്തെടുക്കും. അപ്പോൾ 1/4 മൈനസ് എക്സ് സ്ക്വയർ എന്നൊക്കെ എഴുതിയിട്ട് 2 വരും. റൂട്ടിനുള്ളിൽ പുറത്ത് 2 ആവും. 1/4 1/2. അപ്പോൾ 2 ഇൻറ്റു ഉണ്ടോ. അപ്പോൾ ഇവിടെ റൂട്ടിനുള്ളിൽ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വന്നാൽ, റൂട്ടിനുള്ളിൽ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത മാതിരി തന്നെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. റൂട്ടിനുള്ളിൽ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ വന്നു. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, പിന്നെ x/2 റൂട്ടിനുള്ളിൽ ഇത് തന്നെ 1/2 ഹോൾ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, പിന്നെ മൈനസ് പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്നാണ് എ സ്ക്വയർ ബൈ 2, പിന്നെ സൈൻ ഇൻവേഴ്സ് x/a.